നമസ്കാരം. അപ്പം നമ്മുടെ ധനുമാസത്തിലെ തിരുവാതിരയൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ മിക്കപ്പോഴും കയ്യില് മൈലാഞ്ചി ഇടുമ്പോഴ് നമ്മുടെ നാച്ചുറൽ മൈലാഞ്ചി അരച്ച് അങ്ങനെയാണ് ഇടാറ്. അപ്പൊ ഇത്തവണ അതെനിക്ക് കിട്ടിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇതുപോലെ ഒരു കോണ് മേടിച്ചിട്ടാണ് ഞാൻ ഇട്ടത്. ഞാൻ കാണിച്ചു തരാം. അപ്പൊ കുറച്ചു ദിവസമായി ഇട്ടിട്ട്. അപ്പൊ ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പം ഇതെല്ലാം പോയി കഴിഞ്ഞപ്പോ കണ്ടോ, ഞാൻ കൈ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇത് കോണിന്റെ നിറമെല്ലാം പോയി കഴിഞ്ഞപ്പോഴത്തേനും എന്റെ കൈയുടെ തൊലിയുണ്ടോ, ഈ തൊലി ഉൾപ്പെടെയാണ് പോകുന്നത്. കണ്ടോ, എന്റെ കൈയുടെ തൊലി, എനിക്ക് ഈ കൈ ഒന്ന് മുഖത്തോട്ട് ഉരയ്ക്കുമ്പോഴേ എന്തോ ഇങ്ങനെ വല്ലാത്ത, ഈ തൊലി എല്ലാം കൂടെ പോയിട്ട് വല്ലാത്ത ഒരു ഇതാണ്. അപ്പൊ ഇതേപോലെയുള്ള കോണ് മേടിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ അച്ചിട്ട് കയ്യില് മൈലാഞ്ചി ഇട്ടിട്ട് നിങ്ങൾക്കുണ്ടായ എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് പറയണം. അപ്പം ഈ കോണ് എന്റെ ഒരു എക്സ്പീരിയൻസ് പ്രകാരം ഒട്ടും സേഫ് അല്ല. നമ്മൾ പറയും ക്യൂട്ടസില് അല്ലെങ്കിൽ ലിപ്സ്റ്റിക്കിലൊക്കെ കാർസിനോജൻ ഉണ്ടെന്ന്, പക്ഷെ അതിലും ഭയങ്കര ഭീകരമായ ഒരു കെമിക്കലാണ് ഈ കോണിലെന്നാണ് എന്റെ ഒരു അസംഷൻ. കാരണം നമ്മൾ ആ തൊലി അങ്ങനെ പീൽ ഓഫ് ചെയ്ത് പോവാണ്. അപ്പം നെക്സ്റ്റ് ടൈം നിങ്ങൾ ആരെങ്കിലും നാച്ചുറൽ അല്ലാതെ ഇതേപോലത്തെ കോണോ അല്ലെങ്കിൽ അച്ചു വെച്ചോ മൈലാഞ്ചി ഇടുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. അത് റിപ്പറ്റേറ്റീവായിട്ട് അത് നമ്മളിതേ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുന്നതിനായിരിക്കും എന്റെ ഒരു അഭിപ്രായത്തിന് നല്ലത്. നമ്മൾ നാച്ചുറൽ മൈലാഞ്ചി ആകുമ്പോഴത്തേനും ശരിയാണ്, ഇത്രയും ഒരു ഫിനിഷിംഗ് ഒന്നും കിട്ടത്തില്ലായിരിക്കാം, പക്ഷേ സ്റ്റിൽ അത് തന്നെയാണ് സേഫ് ആൻഡ് നമ്മുടെ ഹെൽത്തിന് സേഫ്. റിപ്പീറ്റ് ആയിട്ട് യൂസ് ചെയ്യാനും അതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അതിവിടെ പങ്കുവെക്കാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ ഈ വീഡിയോ. നന്ദി, നമസ്കാരം.